ഇവിടെ രാത്രി 9 മണിക്കല്ലേ വരത്തുള്ളൂ. ഇവിടെ രാത്രി 9 മണിക്കല്ലേ വരത്തുള്ളൂ. ഇന്ന് പോകത്തില്ല. പുള്ളിയുടെ വീട് ഇവിടെ ആണോ? ഇവിടെ അടുത്താണ് വീട്. ആരോ അടിച്ചാണത്. ഒരു ഹിൽ സ്റ്റേഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെ ഒരു പുൽക്കോട്, അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. ക്രിസ്മസ് ട്രീ, ഒരു സ്റ്റാറിൻ്റെ ഒരു ഹിൽ സ്റ്റേഷൻ കാണാം. മേഘം കണ്ടില്ലേ, മേഘം. ഞാനിപ്പം വാടിയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വാടിയിൽ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡാണ്. ക്രിസ്മസിൻ്റെ ഒക്കെ ആഘോഷം ഇവിടെ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ക്രിസ്മസിൻ്റെ ഒരു വലിയൊരു ആഘോഷവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ തീരദേശ റോഡായി പോകുന്നത്. വലിയൊരു റാലിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു പാപ്പയുടെ ഒരു രൂപ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാം ഒരു പുൽക്കൂടും കാണാം. പുൽക്കൂടൊരു ഹിൽ സ്റ്റേഷൻ അടിപൊളിയാണ്. കൊള്ളാമല്ലേ? ഇത് അടിപൊളി ഹിൽ സ്റ്റേഷൻ. അവിടെ തെങ്ങ് നിൽക്കുന്നുണ്ടോ? തെങ്ങ്, പിന്നെ ഒരു മരം, ഉണങ്ങിയൊരു മരം, ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടോ? ഈ മരം ഇതൊരു വേപ്പാണ് കേട്ടോ. വേപ്പ് മരം ഇങ്ങനെ അലങ്കരിച്ചുണ്ട്. സംഭവം കൊള്ളാം. ദേവിദാസൻ ബിഷപ്പ് ജെറോം തീരദേശ റോഡ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പാണ്ടിലോറി വന്നു. ഗുലാൻസ് വാടി FC ബ്രോസ് തീരദേശ റോഡ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിലോട്ടാണ് പോകുന്ന വഴിയാണ്. ബീച്ച് അതേപോലെ ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? നമ്മുടെ പോർട്ടില്ലേ, കൊല്ലം പോർട്ട്, ആ ഭാഗത്താണ്. അപ്പോൾ ഇത് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ കളക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയാണ്. കൊല്ലം ടൗണിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതാണ് വാടി കടപ്പുറം എന്ന് പറയുന്ന സംഭവം. വീട് വ്ളോഗാണ്. വാടി കടപ്പുറമാണ്. മുൻപ് വന്നപ്പോൾ നാട്ടിൽ ഇങ്ങനൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഇട സമയത്ത് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇവിടെ തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബർ എന്നാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. തങ്കശ്ശേരി മത്സ്യബന്ധന തുറമുഖം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, കേരള സർക്കാർ. പക്ഷേ ഇത് വാടി കടപ്പുറം എന്ന നിലയ്ക്കാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സംഭവം രസമുണ്ട്. ഇതിൻ്റെ ഡിസൈനേ കൊള്ളാം അല്ലേ? സൈക്കിളിൽ പോകുന്ന പിള്ളേരെ കാണാം. ഇതുണ്ടല്ലേ, വാടിക്കടപ്പം വിവിധ സ്ഥലങ്ങളിലേക്ക് മീനെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന വാഹനങ്ങളാണ് കേട്ടോ. കേരളത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ധാരാളം ബോട്ടുകളും കാര്യങ്ങളും വള്ളങ്ങളെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇതെല്ലാം കാണാൻ വലിയ ഭംഗിയാണ് കേട്ടോ. ഈ വള്ളങ്ങളെല്ലാം ഫൈബർ വള്ളങ്ങളാണെന്ന് തോന്നും. അനീഷ, വേളാങ്കണ്ണി മാത, അങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ വിജുമോൻ, എല്ലാത്തിനും രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ട്. NDKL02MO 380. ചെറിയ ഓളം മാത്രമേ ഉള്ളൂ. നമ്മുടെ അറബിക്കടലാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തിരയില്ലാത്തതിൻ്റെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് അവിടെ ഒരു പുലിമുട്ട് കാണുന്നുണ്ട്, ബ്രേക്ക് വാട്ടർ. ഇല്ല, അങ്ങേറ്റത്തോട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതോടെ അറിയുന്നില്ല. അതായത് അവിടെ ഒരു നമ്മുടെ എന്താ പറയുന്നത്, ലൈറ്റ് ഹൗസ് അല്ല അവിടെ കാണാം. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മത്സ്യബന്ധനത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കിടക്കുന്ന ബോട്ടുകളാണ് കേട്ടോ. എത്ര ബോട്ടുകളാണ് കിടക്കുന്നത്, ആയിരക്കണക്കിന് ബോട്ടുകൾ. അന്ന് ദൂരെ നമുക്ക് പോർട്ട് കാണാം, കൊല്ലം പോർട്ട് കാണാം. ഇതാ ഇവിടെ ഒരാൾ മത്സ്യത്തൊഴിലാളിയാണ്. ഇവിടെ ഒരു ബോട്ട്, ഒരു വള്ളം, ഫൈബർ വള്ളം, അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കുട്ടിയൊക്കെ ഇടുവാണ്. ഈ ഒരു ഫ്രെയിം കൊള്ളാമല്ലേ? 2 വള്ളങ്ങളെ അവിടെ കിടക്കുന്നുണ്ടോ, ഫൈബർ വള്ളങ്ങൾ. അതാ ഒരു കൊക്ക് പറന്നുപോയി. ഇതൊക്കെ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കമഴ്ത്തി ഇട്ടിട്ട് വൈറ്റ് പ്രൈമർ. വള്ളങ്ങൾ, മത്സ്യബന്ധന വലകൾ, എന്തുമാത്രം കാക്കകൾ, കൊക്കുകൾ. ഒരു കട്ടി അവിടെ നിൽക്കുന്നു. ഇതാണ് വാടി കടപ്പുറത്തെ ഫിഷിംഗ് ഹാർബർ. ഇന്ന് ഓഫാണ് കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഓഫാണ്.
പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ടാണോ അറിയത്തില്ല. ഇന്ന് എന്തായാലും സാധാരണഗതിയിൽ ഒരു രാത്രി 9 മണിയൊക്കെ ആയിട്ടാണ് മീൻ വരുന്നത്. ഇന്ന് അവധിയാണത്. എല്ലാ ശനിയാഴ്ച അവധിയായിരിക്കും. ആണോ? ഏ കച്ചവടം അവിടെ ആണോ? അപ്പോൾ എന്തിനാ ഇതോ? ഏ ഇത് പാടി. അപ്പം പോട്ടിൽ ഇപ്പം ചെന്നാലും മീൻ കിട്ടുമല്ലേ? ഇവിടെ രാത്രി 9 മണിക്കല്ലേ വരത്തുള്ളൂ. ഇന്ന് പോകത്തില്ല. നാളെ രാവിലെ പോകത്തുള്ളൂ അല്ലേ? ആണോ? 3 മണി കഴിഞ്ഞ് പോകും. ഇവിടെ ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ ബോട്ട് എടുക്കുമല്ലേ? രാത്രി 9 മണിയാകുമ്പോൾ ഇവിടെ വള്ളങ്ങളെ കാണത്തുള്ളൂ. ആ ഓക്കെ. കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ വളരെ ഫേമസ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരാണ് അവിടെ വരുന്നത്. രാത്രിയൊക്കെ ആകുമ്പോഴേ, രാത്രി 9 മണിയാകുമ്പോഴാണ് ഇവിടെ മീൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇഷ്ടംപോലെ മീൻ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും പിന്നെ വിവിധ സ്ഥലങ്ങളിലേക്കെല്ലാം മീൻ കൊണ്ടുവരാനുള്ള വണ്ടിക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പം ഇവിടെ നല്ല കച്ചവടമാണ് കേട്ടോ. കംപ്ലീറ്റ് ഈ മത്സ്യങ്ങളുടെ വിവിധ ഇനങ്ങൾ, വിവിധ ഐറ്റങ്ങൾ ഇവിടെ കച്ചവടം ഉണ്ടാകും. അടിപൊളിയാണ്. ഇവിടെ ഒരു സ്റ്റേജ് കാണാം. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു സ്റ്റേജ് ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ പണിക്കാരെല്ലാം സ്റ്റേജ് അഴിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പുള്ളിയുടെ വീട് ഇവിടെ ആണോ? ഇവിടെ അടുത്താണോ വീട്? ആരോ അടിച്ചാണത്? എന്താണെന്ന് എന്താ പറ്റിയെന്നറിയാമെങ്കിൽ പുള്ളി എന്നാ പോന്നേ? പുള്ളി അങ്ങ് പോയി കേട്ടോ. അങ്ങ് പോയി. അത് വിളിച്ചോണ്ട് പോയിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഒരു പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച്. പുള്ളിക്ക് എന്തോ പറ്റിയത്? ഉറങ്ങുന്നു. അയാൾക്ക് എന്തോ പറ്റി? അല്ല, അയാൾക്ക് എന്താ പറ്റിയത്? ചെവിയിൽ ഇവിടെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നു, ചോരയൊക്കെ വരുന്നു. ആണോ? ഞാൻ അതല്ല ചോദിച്ചാൽ, മറ്റേല്ല പുള്ളിക്കാരനല്ലേ? ആണോ? എന്തോ പറയാനാ, ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നു. അവർക്കൊന്നും ഒരു വിഷയവും ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ആരോടെന്തോ പറയുന്നത്. അപ്പോൾ ഇവിടെ മീൻ വരുന്നില്ല. ഇവിടെ ഇങ്ങനെ വലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കത്തേ ഉള്ളൂ. ഇവിടെ വെള്ളം സൂക്ഷിച്ച് വെക്കുക. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ പോകുന്ന ആൾക്കാരുടെ, വിവിധ വള്ളക്കാരുടെ ആയിരക്കണക്കിന്, നൂറുകണക്കിന് വലകൾ, വിവിധ തരത്തിലുള്ള വലകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഈ വലകളെല്ലാം ഇവിടെ റെഡിയാക്കുക, സൂക്ഷിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. പഴയ കാലത്തെ
ഇതുകൊണ്ട് ഷെഡുകളുണ്ട്. ഇപ്പം ഇവിടെ ആയിരക്കണക്കിന് ഷെഡുകൾ ഇഷ്ടംപോലെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഷെഡൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെക്കാലെ വേറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്തല്ലോ. ഫിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിഷറീസ് വകുപ്പ്. ഒരു അബദ്ധം പറ്റി. ഈ സ്റ്റേജ് പുതുതായിട്ട് കെട്ടുകയാണ് കേട്ടോ. ഇത് ന്യൂ ഇയറിൻ്റെ പരിപാടിയാണത്. ഓക്കെ. ഇവിടെ ഇന്നലെ അങ്ങോട്ട് ഈ ക്രിസ്മസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. ഇവിടെ ആയിരുന്നു അല്ലേ? ഇപ്പോൾ പുതിയ സ്റ്റേജ് കെട്ടുവാണ് കേട്ടോ. ഈ വെള്ളത്തിൽ പോകുന്നവർക്കുള്ള മണ്ണെണ്ണയാണ് കേട്ടോ. ഈ ഡിപ്പോയിലെ ഇന്ത്യൻ ഓയിലിൻ്റെ മണ്ണെണ്ണ വിതരണ കേന്ദ്രമാണ്. മത്സ്യഫെഡിൻ്റെ തങ്കശ്ശേരി. ഞാൻ ആ പുള്ളിക്കാരൻ ഞാൻ ഇവിടെ അയക്കുന്നത്. ആംബുലൻസ് പുള്ളി ചെവിയൊക്കെ മുറിഞ്ഞ്. ഇതാരാ? അറിയാമോ? ഈ പുള്ളിക്കാരനെ അറിയുമോ? അവരിത് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ കണ്ടായിരുന്നു. എന്തുവാ പറ്റിയത്? എങ്ങനെയാ മുറിഞ്ഞേ? മറിഞ്ഞു വീണേന്നോ? അടിച്ചാണോ ആരെങ്കിലും? ഒരു ഐഡിയ ഇല്ല. ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവിടെ എവിടെ താമസിക്കുന്നേ? അല്ല, നിങ്ങൾ എവിടെ താമസിക്കുന്നേ? പറയുന്നത് കേൾക്കാൻ പറ്റുമോ? പറയുന്നേ കേൾക്കാനും പറ്റത്തില്ല. ഇയാളെ അറിയാവുന്നതാണോ? ഈ പുള്ളിക്കാരനെ അറിയാവുന്നതാണോ? ഈ പുള്ളിക്കാരനെ അറിയാവുന്നതാണോ? അറിയത്തില്ലല്ലേ? ഇവിടെ അങ്ങ് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവിടാണോ വീട് അവിടാണോ? അവിടെ പുള്ളിക്കാരനെ അങ്ങോട്ട് വിളിച്ചേട്ടോ. അങ്ങോട്ട് എന്ത് പറ്റിയെന്നൊരു പിടിയില്ല. മരിയ ബോട്ട് സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഇവിടെ കാണുന്നു. പഴയ ഒരു ബിൽഡിംഗ് ആണിത്. ഇവിടെ എന്തോ പിള്ളേർ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുകയാണ്. നിങ്ങളിവിടെ എന്തോ ചെയ്യുക? ഇതെന്തുവാ ഇത്? ഈ സമരം എന്തുവാ ഇത്? എന്തിനു വേണ്ടി കെട്ടിയിട്ടേക്കുന്നത്? ഇതെന്തിനു വേണ്ടി കെട്ടിയിട്ടേക്കുന്നത്? ഇതെന്തിനു വേണ്ടി കെട്ടിയിട്ടേക്കുന്നത് അറിയത്തില്ലല്ലേ? നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണോ ഇത്? ആ പട്ടി കടിക്കത്തില്ലയോ? യൂട്യൂബ് വീഡിയോ എടുക്കൂടാ. യൂട്യൂബ് വ്ലോഗ് ചെയ്യുവാണ്. ഓക്കെ. അവരോട് അങ്ങനെ അടിക്കരുത് വേണം കേട്ടോ. അവനോട് പറയണം അങ്ങനെ അടിക്കരുത് വേണം കേട്ടോ. ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ലേ, നശിപ്പിക്കരുതേ. ഇവിടെ പിള്ളേരവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. ഞാൻ നേരത്തെ അവിടെ വരെ നടന്നു വന്നത് കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് മണലാണ് ഈ ഗ്രൗണ്ട് കംപ്ലീറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് അതുവഴി തന്നെ തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല തണൽ ഉള്ളൊരു പ്രദേശമല്ല കേട്ടോ. ഒരു ഭാഗമാണിത്. ഒരുപാട് പേര് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. കംപ്ലീറ്റ് ഇവിടുത്തെ റെസിഡൻസ് ഏരിയ ആണിത്. പിള്ളേരവിടെ ഫുട്ബോൾ കളിക്കുന്ന ഒരു രംഗമാണ് കണ്ട. ഇതുണ്ടോ ഇവിടെ ഉത്തരാധുനികമായ ഒരു പുൽക്കൂട്. ഇവിടെ വേറെ പുൽക്കൂടാണോ? സംഭവം കൊള്ളാം കേട്ടോ. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ക്ലബ്ബ് തങ്കശ്ശേരി. ഇവിടെ ഒരു കുഞ്ഞു മനുഷ്യൻ നിൽക്കുന്നു. ഇവിടെ ഫുട്ബോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അത് നടക്കട്ടെ.
ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ നേരത്തെ 2 ദിവസം ഇവിടെ ഓണാഘോഷ പരിപാടി ക്രിസ്മസ് ആഘോഷ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ പുൽക്കൂട് ഇവിടെ കാണാം. തങ്കി ഫ്രണ്ട്സ്. തങ്കശ്ശേരി ബസ് സ്റ്റാൻഡ്. ഇതാണ് തങ്കശ്ശേരി ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു തങ്കശ്ശേരി ബസ് സ്റ്റാൻഡ് ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോൾ കാണാം. ഒരു കോഴിക്കടയുണ്ട്, മറ്റ് കുഞ്ഞൂസ് വിധങ്ങളായ സ്റ്റോളുകളൊക്കെ കാണാം. ഒരു ടീ സ്റ്റോളുണ്ട്, ഒരു പച്ചക്കറി സ്റ്റോളുണ്ട്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു കേട്ടോ. ഊണ് റെഡി എന്നൊരു ബോർഡ് ഞാൻ കണ്ടാണ് ഇവിടെ കയറിയത്. ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് കരുതിയോ. ഊണുണ്ടെന്ന് അറിഞ്ഞപ്പം ഊണ് കഴിക്കാമെന്ന് കരുതി. അപ്പം കാര്യം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, അതാ. ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഐ ലവ് തങ്കി എന്ന് പറയുന്നൊരു ഇൻസ്റ്റേഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെ ഒരു പുൽക്കൂട്, അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. ക്രിസ്മസ് ട്രീ, ഒരു സ്റ്റാറിൻ്റെ ഒരു ഇൻസ്റ്റേഷൻ കാണാം. മേഘം കണ്ടില്ലേ, മേഘം, പഞ്ഞി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് തങ്കശ്ശേരി കോട്ടയുടെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ. ഡച്ചുകാർ പണിഞ്ഞൊരു കോട്ടയാണ്. ഇവിടെ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നൊരു വിഷയം നമ്മൾ കാണുന്നത്. ഇത് കണ്ടില്ല, കംപ്ലീറ്റ് പുല്ല് കയറി കേട്ടോ. ഉണങ്ങി നിൽക്കുകയാണ്. ഒന്ന് തീ പിടിച്ചാൽ മതി, കംപ്ലീറ്റ് ഒന്ന് കത്ത് മതി. ദൂരെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടക്കുന്നത്, വള്ളങ്ങൾ, പിന്നെ ബ്രേക്ക് വാട്ടർ കാര്യങ്ങളാണ്. ഈ ഒരു തങ്കശ്ശേരി കോട്ടയെന്ന് പറഞ്ഞത് നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിയിരുന്നു, KTDC ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശിലാഫലകം പോലെ ഒരു ശിലയിലിങ്ങനെ അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽ ഇങ്ങനെ കൊടുത്തിരുന്നതായിരുന്നു. കംപ്ലീറ്റ് ഫെയ്ഡായിപ്പോയി. തങ്കശ്ശേരി കോട്ട, ഇതിന് സെൻറ് തോമസ് കോട്ടയെന്നും പറയപ്പെടുന്നുണ്ട്.